കോട്ട് സ്റ്റീലിംഗ് ഡാരൻ ആരോനോഫ്സ്കി സംവിധാനം ചെയ്ത് ഓസ്റ്റിൻ ബട്ട്ലർ പ്രധാന വേഷത്തിൽ വന്ന ഈ ഇംഗ്ലീഷ് ബ്ലാക്ക് കോമഡി ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു മുൻ ബേസ്ബോൾ പ്ലെയർ ആയിരുന്ന ഹാങ്കിന്റെ കഥയാണിത്. പുള്ളിയുടെ അടുത്ത റൂമിൽ താമസിക്കുന്ന റിസ് എന്ന കൂട്ടുകാരൻ അയാളുടെ പൂച്ചയെ ഹാങ്കിനെ ഏൽപ്പിച്ച് ഒരു യാത്ര പോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. റെക്വിം ഫോർ എ ഡ്രീം, ദ റെസ്ലർ, ബ്ലാക്ക് സ്വാൻ, മദർ, ദ വെയിൽ ഉൾപ്പെടെ വിഖ്യാതമായിട്ടുള്ള കുറെ സിനിമകൾ സംവിധാനം ചെയ്ത ഡാരൻ ആരോനോഫ്സ്കിയുടെ പടമാണിത്. പക്ഷെ പുള്ളിയുടെ ഒരു സ്ഥിരം സ്റ്റൈലിൽ നിന്നും കുറച്ച് വേറിട്ട ഒരു ഫൺ ടൈപ്പ് മൂവി ആയിട്ടാണ് ഇപ്രാവശ്യം എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ഗൈറിച്ചി സ്റ്റൈൽ പടമാണെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും. ചാർലി ഹ്യൂസ്റ്റന്റെ ഇതേ പേരുള്ള ബുക്കിനെ ആസ്പദമാക്കി സിനിമയാണിത്. അദ്ദേഹം തന്നെയാണ് പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തുടക്കം മുതൽ അവസാനം വരെയും എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇന്റൻസ് ആണ്. ഇതിന്റെ ട്രെയിലർ ഒന്നും കാണാതെ നിങ്ങൾ പടം കാണാൻ ശ്രമിക്കുക. അതിൽ മുഴുവൻ കഥയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോമഡിയും ക്രൈമും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പടം അത്യാവശ്യം നല്ല ത്രില്ലിംഗുമാണ്. ഫാസ്റ്റ് പേസിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമ കൂടിയാണ്. മൊത്തത്തിൽ ഒരു വൈബ് പടം എന്ന് തന്നെ പറയാം. നല്ല രസമുള്ള ക്യാരക്ടേഴ്സ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപശ്ചാത്തലവും നല്ല മേക്കിങ്ങും ഒക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. ഈ കഥ ഇപ്പൊ ഇന്ത്യൻ കോണ്ടസ്റ്റ് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയിൽ ഈ സിനിമ ഒരുക്കിയാലും അത് വർക്കാവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സോ അത്രയ്ക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചെറിയ ചില ട്വിസ്റ്റ് ഒക്കെ പടത്തിലുണ്ട്. പിന്നെ ഇതിലെ ചെറിയ ചില സംഭവങ്ങൾക്ക് പോലും കഥയിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാം. സോ നമ്മൾ ശ്രദ്ധിച്ച് പടം കാണുന്നത് നല്ലതായിരിക്കും. പിന്നെ പടം കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് ആ ഒരു ആദ്യത്തെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ഉടനെ തന്നെ നിങ്ങൾ നിർത്തരുത്. ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റ്സ് ഫുള്ള് കാണണം. ചെറിയ ചില സീൻസ് ഒക്കെ പടത്തിൽ അപ്പോൾ കാണിക്കുന്നുണ്ട്. ഓസ്റ്റിൻ ബട്ട്ലർ ആണ് ഇതിലെ നായകനായിട്ടുള്ള ഹാങ്ക് ആയിട്ട് വരുന്നത്. നമുക്ക് ഇഷ്ടം തോന്നുന്ന വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കുറെ ക്രൈമുകളുടെയും ഒക്കെ ഒരു കയോസിൽ പെട്ടുപോകുന്ന ഒരു സാധാരണക്കാരന്റെ റോൾ. പടം മുഴുവൻ പുള്ളിയുടെ ഷോൾഡറിലാണെന്ന് പറയാം. ഓസ്റ്റിൻ കിടുവായിട്ട് തന്നെ റോൾ ചെയ്തിട്ടുണ്ട്. നല്ല കിടിലം പെർഫോമൻസ് ആണ്. ഈ കഥാപാത്രത്തോട് തോന്നുന്ന ആ ഒരു ഇഷ്ടം കൊണ്ടാണോ എന്തോ നമുക്ക് പടത്തോടും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട് എന്നുള്ളതും ഇതിന്റെ പോസിറ്റീവ് ആണ്. യുവോൺ ആയിട്ട് വന്ന സോവി ക്രാവിച്ച്, പിന്നെ ഡിറ്റക്റ്റീവ് റോമൻ ആയിട്ട് വന്ന റെജിന കിങ്ങിന്റെയും നൈസ് റോളാണ്. അതുപോലെ റസ് ആയിട്ട് വന്ന മാറ്റ് സ്മിത്ത്, പിന്നെ റഷ്യൻ ഗാങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ കുറെ ബാക്കി കഥാപാത്രങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗും ആണ്. എല്ലാവരുടെയും പെർഫോമൻസുകളും ഡീസന്റ് ആണ്. പടത്തിന്റെ പ്രധാന കഥാപാത്രങ്ങൾ ഒന്നായിട്ടുള്ള ബഡ് എന്ന പൂച്ചയായിട്ട് വരുന്ന ടോണിക് എന്ന പൂച്ചയും നൈസ് ആയിരുന്നു. പേഴ്സണലി എനിക്ക് പൂച്ചകളെ ഒന്നും ആരും ഒന്നും ഉപദ്രവിക്കുന്ന കാണുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നായകനെ പോലെ തന്നെ ഇതിലെ പൂച്ചയെക്കുറിച്ചും ഞാൻ എപ്പോഴും കൺസേൺഡ് ആയിരുന്നു. പടത്തിന്റെ വിഷ്വലുകൾ നൈസ് ആണ്. മാത്യു ലബോട്ടിക്കിന്റെ ക്യാമറ കൊള്ളാമായിരുന്നു. ആൻഡ്രൂ വെയ്സ്ബ്ലമിന്റേതാണ് ഇതിന്റെ എഡിറ്റിംഗ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നൈസ് ആണ്. ഒരു 98 കാലഘട്ടമാണ് സിനിമയിൽ കാണിക്കുന്നത്. ആ കാലം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും നൈസ് ആയിരുന്നു. ഒരു കാർ ഇടിക്കുന്ന സീനൊക്കെ പടത്തിലുണ്ട്. അത് ഓപ്പോസിറ്റ് സൈഡ് വ്യൂ കാണിച്ചിരിക്കുന്നത് കിടുവായിട്ട് തോന്നി. ഇത്തരത്തിലുള്ള സിനിമകൾ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭയങ്കര പുതുമ എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് ഈ സിനിമയിൽ അങ്ങനെ വേറെ വലിയ നെഗറ്റീവ്സ് ഒന്നും ഫീൽ ചെയ്തില്ല. ഒരു ഫൺ വാച്ച്, നമുക്കിങ്ങനെ റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് തോന്നിയത്. സോ ആഗമത്തിന്റെ ടോട്ടലിൽ ഒരു നല്ല ക്രൈം കോമഡി ത്രില്ലറാണ് കോട്ട് സ്റ്റീലിംഗ്. എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുള്ള ഒരു പടമാണ്. ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഡാർക്ക് കോമഡി ത്രില്ലർ ഓണർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. പടം ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് PVR തിയേറ്ററുകളിലൊക്കെയാണ് പടം ഇപ്പോൾ കാണാൻ പറ്റുന്നത്. പക്ഷെ അതേസമയം തന്നെ പടത്തിന്റെ ഒരു HQ പ്രിന്റ് ഡീറ്റെയിൽ ആയും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു US ഇത് ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാവാം അങ്ങനെ ഡീറ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 1 മണിക്കൂർ 46 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. ഫാമിലിയോടെ കാണാനുള്ളതല്ല, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി.